ഒരു പോഷ് ഏരിയയാണ് ഇവിടെ. പോയപ്പോൾ അവർ പറഞ്ഞത് ടിക്കറ്റ് വേണം. ടിക്കറ്റ് അങ്ങനെ ബെഡ് വിശാല ജേണീസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ടച്ച് ചെയ്തപ്പോൾ ലോകം തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നെക്സ്റ്റ് ഡേ 31 ജനുവരി. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ഓസ്യൂസ് എന്ന് പറഞ്ഞ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ടാക്കി നെക്സ്റ്റ് ഞങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് കറങ്ങിയിട്ട് ലൂയി വുട്ടോൻ്റെ കഫേ, അതേപോലെ തന്നെ വാട്ടർഫൺ മാർക്കറ്റ്, പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ MBK ഷോപ്പിംഗ് സെൻ്ററൊക്കെ പോയിട്ട് എന്ത് ചെയ്യാം, അവിടെ ഒന്ന് കറങ്ങിയതിന് ശേഷം നേരെ ഡോൺമോങ് DMK എയർപോർട്ട് പോയിട്ട് എന്ത് ചെയ്യും, ഫുക്കറ്റ് പോകും. ഉള്ളിൽ വരെ എന്ത് ചെയ്യാം കാണിച്ചു തരാം. 3536 ഇതാണ് നമ്മളെ കാറ്. ഗ്രാബ് വഴി ബുക്ക് ചെയ്തതാണ്. അപ്പോൾ ഫസ്റ്റ് ബുക്കിങ്ങിൽ ഞങ്ങൾക്ക് 10% ഓഫ് കിട്ടി. ഇവിടുന്ന് മെട്രോ നോക്കിയപ്പോൾ ഏകദേശം 2 ആൾക്ക് 70 രൂപ വരുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് മെട്രോക്ക് ഏകദേശം ഒരു 400 മീറ്റർ നടക്കാണ്ട്. അപ്പോൾ ഇത് വെച്ച് ഗ്രാബ് വെച്ച് നോക്കുമ്പോൾ ലാഭം അതാണ്. അപ്പോൾ മെട്രോ ആണ് അതേപോലെ തന്നെ ചീപ്പ് എന്ന് പറയണതൊക്കെ വെറുതെയാണ്. എപ്പോഴും 3 നോക്കുക, ഗ്രാബ് നോക്കുക, ബോൾട്ട് നോക്കുക, അതേപോലെ തന്നെ മെട്രോയും നോക്കുക. BKK എന്ന റെയിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാം നോക്കിയതിൻ്റെ ശേഷം എന്ത് ചെയ്താൽ മതി, ഓരോ സ്ഥലത്തേക്കുള്ള നമ്മൾ ബുക്ക് ചെയ്താൽ മതി. ക്യാബ് ബുക്ക് ചെയ്തത് ഗ്രാബ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. ഇതിന് വേണ്ട ടോട്ടൽ അയക്കുന്നത് 11161. ഫസ്റ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഒരു ഓഫറാണ്. അപ്പോൾ നിങ്ങൾ പല അക്കൗണ്ട് വെച്ച് ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓഫർ കിട്ടും. ഞങ്ങൾ പോണത് ഇപ്പോൾ LV ദ പ്ലേസ് ബാങ്കോക്ക്, LVൻ്റെ മ്യൂസിയം, അതേപോലെ തന്നെ കഫേയൊക്കെ ഉള്ള ഏരിയയില്ലേ, അവിടേക്ക് പോകണം. കുറച്ച് ലക്ഷറി ഏരിയ. അപ്പോൾ ആ ഏരിയ ഒക്കെ ഒന്ന് കണ്ടിട്ട് നെക്സ്റ്റ് അവിടുന്ന് ഷോപ്പിംഗ്, അതേപോലെ തന്നെ വാട്ടർഫ്രണ്ട് മാർക്കറ്റ് ഈവനിങ് പോയിട്ട് എന്ത് ചെയ്യും, ലാസ്റ്റ് DMK എയർപോർട്ടിൽ നിന്ന് ഫുക്കറ്റ്. നെക്സ്റ്റ് ടൈം മുതൽ ഫുക്കറ്റത്തെ കാഴ്ചകളാണ് വരാൻ പോണത്. നല്ല രാത്രിയൊക്കെ ആളുകൾ നിറഞ്ഞൊഴുകിയുന്ന തെരുവാണിത്. ഇപ്പം എല്ലാവരും ഉറങ്ങുക, അല്ലെങ്കിൽ മാളിലൊക്കെ ആവും മേബി. മനുഷ്യന്മാർ കുറവാണ് അവിടെ. അല്ലെങ്കിൽ ഈ ജംഗ്ഷനിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. ഈ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഈവനിങ് നൈറ്റ് ആവും ഇവിടെ ഫുൾ ഓണായി വരാം. ലൂയി വുട്ടോൻ്റെ LV ദ ബാങ്കോക്ക് വന്നിരിക്കണം. പോയോക്കാം, അവിടുത്തെ മ്യൂസിയം കാര്യങ്ങളൊക്കെ കണ്ടുകൊടുക്കുക. ഇതൊരു പോഷ് ഏരിയയാണ്. ഇവിടെ നമുക്ക് തരാം. InterContinental ഹോട്ടൽ അവിടെ കാണാം. InterContinental. അതേപോലെ തന്നെ ഇവിടെ ഒരുപാട് 4.5 സ്റ്റാർ ഒരു 7-Eleven ഉണ്ട്. ഇതാണ് LVൻ്റെ ഏരിയ. പിന്നെ ഇവിടെ റോളക്സിൻ്റെ ഒരു ഷോറൂം ഉണ്ട്. അതാണ് ഗെയ്സോൺ അമാരിൻ. ഗെയ്സോൺ അമാരിൻ ജസ്കോ ഗെയ്സോൺ വില്ലേജ് ഏരിയയാണ്. എന്തായാലും പോയൊക്കെ നമുക്ക് ഏരിയയിലേക്ക്. LV കഫേൻ്റെ അവിടെ പോയപ്പോൾ ഒരു 2 മാസം മുമ്പ് ബുക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് നടന്നില്ല. നമുക്ക് ഇനി LVൻ്റെ ഒരു വിഷണറി ജേണി ഉണ്ട്, അവിടെ ഒന്ന് പോയി നോക്കാം, എങ്ങനെ കയറാൻ പറ്റുമെന്നുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ പോയപ്പോൾ അവർ പറഞ്ഞത് ടിക്കറ്റ് വേണം. ടിക്കറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഫ്രീ ആണ്, പൈസ ഒന്നുമില്ല. അത് നമുക്ക് എന്താ ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. ഈ QR കോഡ് ബുക്ക് ചെയ്താൽ നമുക്ക് ഇന്നൊക്കെ ടുഡേ നോക്കി നോക്കാം എങ്ങനെ ബുക്ക് ചെയ്യാന്നുള്ളത്. ബാക്ക് ടു ഓൾ ഡേറ്റ്സ്, യൂസ് കോഡ് 10 AM ടു ടൈം എത്രയായി? 10:30 ആയില്ലേ? 10 AM ടു റിസർവ് ടിക്കറ്റ്. നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കൊടുക്കട്ടോ.
ഇതൊരു ഒന്നൊന്നര എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഈ ലക്ഷറി ഫാഷൻ ബ്രാൻഡ്സ് യൂസ് ആക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് നല്ലൊരു അനുഭവമാവും ഇത്. അടിപൊളിയാണ്. ഇവിടെ നമുക്ക് കാണാം എൽവിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. പണ്ടത്തെ എൽവിൻ്റെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെയാണത്. ഓൾഡ് ബോക്സ് ഇവിടെ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നുണ്ട്. 1854 ലൂയി വോട്ടൺ ഫൗണ്ടഡ് ഈസ് പാക്കിംഗ് ബിസിനസ് സ്പെഷ്യലൈസേഷൻ ഇൻ ഗാർമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാം. 1854. പിന്നെ ലൂയി വോട്ടൺ കളക്ഷൻ 1887. അങ്ങനെ ഓരോ കളക്ഷൻ, ഓരോ ഇയേഴ്സത്തെ കളക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഇത് കണ്ടില്ലേ, ബഡ് ട്രങ്ക് 1885 ലൂയി വോട്ടൺ കളക്ഷനിൽ ബെട്ടാണത്. ബഡ് ട്രങ്ക് 18 എന്തായാലും അടിപൊളിയാട്ടോ. ഇതെല്ലാവരും കാണേണ്ട ഒരു സംഭവമാണ്. കണ്ടില്ലേ, ഫുള്ള് ലൂയി വോട്ടോൻ്റെ ഫുൾ ചരിത്രങ്ങൾ നമുക്കിവിടെ കാണാം. ഫുൾ ചരിത്രം എങ്ങനെയാണ് ലൂയി വോട്ടോൻ്റെ കാര്യങ്ങൾ മൊത്തം. പിന്നെ ലൂയി വോട്ടോൻ്റെ ഇപ്പോഴത്തെ പുതിയ ബാഗ് കാര്യങ്ങൾ, പിന്നെ അതേപോലെ തന്നെ ഡൈസ്, ബോട്ടിൽസ്, വാട്ടർ ബോട്ടിൽ, ബാഗ്സ്, വാലറ്റ് അല്ല, അത് കാർഡാണ് നോക്കുന്നത്. ഫുള്ള് പെട്ടികളാണ്. പിന്നെ നമ്മളെ എന്താ ബ്രഷസ് ഒരുപാട്. പിന്നെ ഒരു പെർഫ്യൂം, ഫസ്റ്റ് പെർഫ്യൂമാണ് തോന്നുന്നുണ്ട്. എന്താ 2023 ഡിയാബ്സൻസ്, ടൂറിസ്റ്റ് ഡിയാബ്സൻസ് പെർഫ്യൂം ബോട്ടിൽ, അതാണ് തോന്നുന്നത്. എന്തായാലും ഒന്നൊന്നര മുതലാത്, എല്ലാവരും ഒന്ന് കാണണം നിർബന്ധമായിട്ടും. എന്താ ടൈപ്പ് റൈറ്റിംഗ് യെസ്. പിന്നെ ഓരോ ബുക്സ് കാര്യങ്ങൾ. ഇതെന്താ സിഗരറ്റ് വെക്കണ പെട്ടിയാണ് തോന്നുന്നത് കണ്ടിട്ട്. പിന്നെ അതേപോലെ തന്നെ വീണ്ടും പെട്ടികൾ. പിന്നെ ഈ ബാഗ് മേലെ ഉണ്ടാവുന്ന ആ ചെറിയ സാധനം, അതിൻ്റെ കളക്ഷൻസ് ഉണ്ടല്ലേ, ഓരോ ഇയേഴ്സിലുള്ള ഓരോ കളക്ഷൻസ്. അതേപോലെ തന്നെ അതാ വലിയ വലിയ പെട്ടികൾ കാര്യങ്ങൾ. എന്തായാലും ഒന്നൊന്നര മുതലാണ്. ഇവിടെ നമ്മൾ ചുറ്റുഭാഗം ഫുള്ള് ലൂയി വോട്ടോൻ്റെ കളക്ഷൻസാണ്. തൊടാൻ പാടില്ല, കയറുമ്പോൾ തന്നെ പറയും വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, പക്ഷെ ഒരു അപേക്ഷയുള്ളൂ, തൊടരുത് എന്ന്. അത് മാത്രം അവർ പറയും. വേറൊരു ലോകം. ഇത് പഴയൊരു ലൂയി വോട്ടോൻ്റെ ലോകമാണ്. ഇത് പുതിയ ലോകമാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. യെസ്, ഓരോ കളക്ഷൻസ് കണ്ടില്ലേ, ലക്ഷങ്ങളുടെ ബാഗൊക്കെ ആവട്ടെ, ഓരോന്നിനും ലക്ഷങ്ങളാവും. ഓരോ ഡ്രസ്സ്, ബാഗ്. ഇവിടെ താഴെ എഴുതിയും ചെയ്തു കേട്ടാ, ഇത് അടിപൊളിയായി. താഴെ എഴുതിയും കണ്ട ഓരോ ഇയേഴ്സും കാര്യങ്ങളും, ഏതെല്ലാം ലെതർ യൂസ് ആക്കിയാണ് അതൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഉണ്ട്, എല്ലാത്തിനും ഡീറ്റെയിൽസ് അവർ കൊടുത്തിക്കണം. ഇത് കണ്ടില്ലേ, ഇതൊക്കെ എന്തായാലും 13 ലക്ഷത്തിന് മുകളിലുണ്ടാവും മിനിമം. 2006 2007 ഇറങ്ങിയ കളക്ഷനാണ് അതാ ഗോൾഡൻ ബാഗ്. ഇത് കണ്ടോ, എന്താപ്പം. എന്തായാലും ഫ്രീ ആണ്, എല്ലാവർക്കും വന്ന് കാണാം, പൈസ ഒന്നും കൊടുക്കാം. ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു 1000 തായ്പാത ഞാൻ പ്രതീക്ഷിച്ചു ഇതിനുള്ളിൽ കയറാം. പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ഫ്രീ ആണെന്നുള്ളത്. ചെറിയ ബോക്സ് ലൂയി വോട്ടോൻ്റെ എന്തൊക്കെ മോഡലാണെന്നറിയോ. പ്രസൻറ്റേഷനാണ് അടിപൊളി. എനിക്ക് ബാഗിനേക്കാളും ഇഷ്ടപ്പെട്ട ഇവിടുത്തെ പ്രസൻറ്റേഷനാണ് വരെ. എന്തായാലും തകർത്ത്. എന്തായാലും ആരും വന്ന് തൊടരുത്,
കാണുക, വീഡിയോ എടുക്കുക, ഫോട്ടോ എടുക്കുക, എന്തും ചെയ്യും. പക്ഷെ തൊടാൻ പാടില്ല ഇവിടുന്ന്. ഇവിടെ ഒരു ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളി ഡിസ്പ്ലേ. അതേപോലത്തെ കുറേ ഫോറിൻസ് വന്നിട്ട് ഇവിടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്, വീഡിയോസൊക്കെ. അവരെ ശല്യപ്പെടുത്തണ്ട നമുക്ക്. കണ്ടില്ലേ മുകളിൽ കാണില്ലേ? അടിപൊളിയാണ്. ഓരോ ടൈമിൽ ഓരോ കളേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബാഗ്സ് കാര്യങ്ങളൊക്കെ കാണാം. നല്ല ബാഗാട്ടാ, ഫുള്ള് ബാഗ്. അത് മൊത്തം മുകളിലായിട്ടൊന്നുമില്ല, അത് ഗ്ലാസ് ഉണ്ട് മുകളിൽ. അത്യാവശ്യം ഫുള്ള് ബാഗ് കൊണ്ട് കവർ ചെയ്തേക്കാം. ബാഗ് ഇവിടെ ഇങ്ങനെ ചേഞ്ച് ആവുന്നുണ്ട് കേട്ടോ. എത്ര സെക്കൻഡ്സ് ബാഗ് ഇവിടെ ഡിസ്പ്ലേയിൽ വരും. ആ സെക്കൻഡ് കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ വന്നതിന് ശേഷം 3 ചേഞ്ചായി. എത്ര ടൈം എടുക്കുന്നുള്ളത് നോക്കാം നമുക്ക്. അതുകൊണ്ട് ഓരോ കളക്ഷനും മാർക്ക് ജേക്കബ്സ് ഇൻ കൊളാബറേഷൻ വിത്ത് റിച്ചാർഡ് പ്രിൻസ് എന്ന് പറഞ്ഞിട്ട് 2008 ഷോ. കോട്ടെടുക്കാൻ മസിലാത്ത പ്ലാസ്. കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ബാഗാണ്. ലക്ഷങ്ങളാവും വില എന്നുള്ളൂ. എടാ ചേഞ്ചാണ്. നെക്സ്റ്റ് വൺ. യെസ്, അടിപൊളി മോണോഗ്രാം എക്ലിപ്സ് റിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കീപ്പ് ആൾ ബാഗ് ഇൻ മോണോഗ്രാം. എന്തായാലും ഒരു ലോകം തന്നെ, സമ്മതിച്ചു. ടാപ്പ് ചെയ്യാം. Can you take your bag as well? Take your bag with you as well. Yes. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആട്ടോ. അവരൊരു സംഭവം തന്നു, വോട്ടോണ്ട് വിഷണറി ജേണീസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ടച്ച് ചെയ്തപ്പോൾ ഫുള്ള് താഴെ അടക്കം ഗ്ലാസ് ഇട്ടിട്ട്. ഒന്നൊന്നര മുതല. പരിപാടി കഴിഞ്ഞേട്ടാ. ഇതും കിട്ടി. ഇതെന്താ കൂട്ടി നോക്കാം. സെക്കൻഡ് ഫ്ലോർക്ക് പോയി കൊണ്ടുവയ്ക്കാം. ഫ്ലോറിൽ ഇറങ്ങിയപ്പോൾ അവിടെ അങ്ങനെ ഒരു കളക്ഷൻ. മിക്കവാറും ഇവർ നമ്മളെ കൊണ്ട് വാങ്ങിക്കാനുള്ള പരിപാടി വന്നു കേട്ടോ. അതൊക്കെ ഇത് കിട്ടി. അപ്പോൾ സെക്കൻഡ് ഫ്ലോറിൽ ഒരു ഷോപ്പാണ്. അത് ട്രാപ്പാണ് സത്യം പറഞ്ഞാൽ. നമ്മളെ അതൊക്കെ കാണിച്ച് ലൂയി വുട്ടോൻ്റെ ചരിത്രവും ഫ്യൂച്ചറൊക്കെ കാണിച്ചതിന് ശേഷം നേരെ ഷോപ്പ് കൊടുക്കും. അപ്പോൾ ചില ആൾക്കാർ ചമ്മൽ കാരണം വാങ്ങാതെ പോരും. അല്ല, വാങ്ങിപ്പോരും. വാങ്ങി വന്നാൽ കൊടുക്കും. ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് വന്ന ട്രിപ്പിൻ്റെ പൈസ മൊത്തം അവിടെ കൊടുക്കേണ്ടി വരും. ക്യാഷ് ഉള്ളവർ വാങ്ങുക. നമുക്കത് കിട്ടി. നമ്മളിതായിട്ട് പോകുന്നു. അവിടെ ഷോപ്പ് കണ്ട് ടെസ്റ്റൊക്കെ നോക്കി നേരെ പോകുന്നു കേട്ടോ. ഇതിലെന്താന്ന് നോക്കാം. ഇതെന്താ, കുറച്ച് കാർഡ്സ് പല കളേഴ്സിലുണ്ട്. ലൂയി വുട്ടൺ മിഷണറി ജേണീസ് എന്ന് പറഞ്ഞിട്ട് ഇതന്നെ ഉള്ളു. ടോട്ടലി അടിപൊളിയാണ്. ലാസ്റ്റ് നമ്മളെ ഷോപ്പൊക്കെ അവർ പറഞ്ഞു വിടും വാങ്ങാൻ വേണ്ടി. വാങ്ങിയ ലക്ഷങ്ങൾ പോകും. ഓക്കെ, ഇത് ഞങ്ങളെ മാളിൻ്റെ മുകളിലേക്ക് കയറിയതാണ് കേട്ടോ. നല്ല രസമുണ്ട്. നല്ലൊരു നമ്മളെ ബാംഗ്ലൂർ എയർപോർട്ടിൻ്റെ ഒക്കെ ഒരു കളറ്, ഒരു തീം അല്ലേ. പച്ചപ്പ്, പിന്നെ ആ ഒരു മരത്തിൻ്റെ ബ്രൗണിഷ് കളറ്, രസമുണ്ട്. ഞങ്ങൾ 3rd ഫ്ലോർ കയറി. ഇവിടെ നമുക്ക് ഒരുപാട് കഫേസ് കാണാം. പേസ്ട്രീസും എല്ലാം കിട്ടുന്ന കഫേസ്. നല്ലൊരു മാളിട്ടാണ്. നല്ല ലക്ഷറി ആയിട്ടുള്ളൊരു മാൾ. നല്ല രസമുണ്ട് കാണാനൊക്കെ ആയിട്ട്. നല്ല അടിപൊളി ഇൻറ്റീരിയറൊക്കെ, നല്ല ചെടികളും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല രസമുണ്ട്. എന്തായാലും ഏരിയ മൊത്തത്തിൽ നല്ല രസമുണ്ട്. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോണത് BTS റെയിൽ. അവിടെ നിന്ന് കയറിയിട്ട് MBK എന്ന് പറഞ്ഞ ഷോപ്പിംഗ് സെൻ്റർ ഉണ്ട്. അവിടെ നിന്ന് പോയി നോക്കാനുള്ള പരിപാടിയില്ല. നമ്മൾ ഇത്രയും നേരം ഉണ്ടായിരുന്ന ഏരിയ ആണിത്.
കണ്ടാ ലൂയി വൂട്ടുണ്ട്. അതേപോലെ തന്നെ അടിപൊളി പോഷ് ഏരിയ ലക്ഷറി. നമ്മളിപ്പോൾ റെയിലിൻ്റെ ഇതിലിങ്ങനെ പോയി കൊടുക്കുക. പോയേക്കാം.